അവിടെ ഇരിക്കുക. മോനെ മനസ്സിലായി, കാല് തീരുമാനല്ലേ? മോനെ ധീര, ശരീരത്തിന്റെ ഒരു വശം തളർന്നിട്ട് വർഷങ്ങളാവുന്നു. നിന്നെ പരിചരിക്കാനോ ആഹാരം വെച്ച് വിളമ്പി തരാനോ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ മോനെ. എന്റെ മോന്റെ കഷ്ടപ്പാട് കാണുമ്പോ എന്തിനാ ദൈവങ്ങളെ എന്റെ ജീവൻ എടുക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? എന്താ അമ്മേ, എന്തിനാ അമ്മേ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്? അമ്മേ, അമ്മേ. അതല്ല മോനെ, നിന്നെ വിഷമിപ്പിക്കാനല്ല. ഭാഗ്യഹീനയായ ഈ അമ്മയുടെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാ. പരസഹായം കൂടാതെ ഒന്നെണീക്കാൻ പോലും ആവുന്നില്ലല്ലോ മോനെ. എപ്പോഴും എന്റെ മോനെ വിളിച്ച് കഷ്ടപ്പെടുത്തുന്നത് ഓർക്കുമ്പോ അറിയാതെ പറഞ്ഞു പോകുന്നതാ. അമ്മേ, ഈ മകന് ഇതൊരു കഷ്ടപ്പാടല്ല, പുണ്യമാണ്. തിന്നാനും കുടിക്കാനും പോലും വേണ്ടുവോളമില്ലാതെ 10 മാസം ഈ വയറിനുള്ളിൽ എന്നെ സുരക്ഷിതമായി ചുമന്നു നടന്നില്ലേ? ജനിച്ചു കഴിഞ്ഞിട്ടോ സ്വന്തം വയറ് നിറയ്ക്കേണ്ട അന്നം കൂടി എനിക്ക് തന്നൂട്ടിയില്ലേ എന്റെ അമ്മ? ആ അമ്മയെ പരിചരിക്കേണ്ടത് എന്റെ കടമയല്ലേ അമ്മേ? അല്ല, പെറ്റമ്മയെ പരിചരിക്കേണ്ടത് ഓരോ മനുഷ്യജന്മങ്ങളുടെയും കടമയാണ്. അമ്മയുടെ ധീരൻ വീരനല്ലേ അമ്മേ? എന്നാലേ ധീരനായ വീര, അമ്മയ്ക്ക് വിശക്കുന്നു മോനെ. അകത്തോട്ട് ചെല്ലട്ടെ, എന്തേലും ഉണ്ടോന്ന് നോക്കാം. എന്താ അവിടെ? ഓ, ഒന്നുമില്ലമ്മേ. മോനെ, പാത്രത്തിലൊന്നുമില്ല അല്ലേ? എന്റെ മോൻ വിഷമിക്കേണ്ട. ഒരു നേരമോ ഒരു ദിവസമോ കഴിക്കാതിരുന്നാൽ ആരും മരിക്കില്ല. കാരണം ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെ ഊട്ടാൻ ശ്രീ പരമേശ്വരനുണ്ട്, സാക്ഷാൽ ബ്രഹ്മാണ്ഡ നായകൻ. അമ്മേ, ഞാൻ പോയിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. വേണ്ട മോനെ, ഇന്നിനി എന്റെ മോൻ ഒരിടത്തും പോകണ്ട. ഇവിടെ ഈ അമ്മയുടെ ഒപ്പം ഇരുന്നാ മതി. അമ്മയ്ക്ക് വിശക്കുന്നില്ലേ? പൊന്നുമക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഒരമ്മയ്ക്കും വിശക്കില്ല. പിന്നെ ഈ വിശന്നിരിക്കൽ എന്നേ ശീലായതാണ്. ആ ധീര, മോനിങ് അടുത്തു വാ. അമ്മയുടെ വിശപ്പ് മാറ്റാൻ ഞാനൊരു പാട്ട് പാടി തരട്ടെ? എന്തു പാട്ടാ നീ പാടാൻ പോകുന്നത്? കുഞ്ഞുനാളില് ഞാൻ വിശന്ന് കരയുമ്പോ അമ്മ എനിക്ക് പാടിത്തരാറുള്ള ആ പാട്ട്. ആ അമ്മ പാടിയ പാട്ടോ? അതെ അമ്മ, എനിക്ക് ഓർമ്മയുള്ള വരികൾ ഞാൻ പാടാം. മറന്നുപോയത് അമ്മ പാടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാ ഞാൻ തുടങ്ങട്ടെ. ിളം കിനാവിൽ വന്നു തെന്നൽ, തേനോലും ചുണ്ടിലെ ഈണമായി, പൂവിളം മനസ്സിൽ തന്നു സ്നേഹം, കുളിരോലും ഉള്ളിലെ താളമായി. കിനാവിൽ വന്നു തെന്നൽ, തേനോലും ചുണ്ടിലെ ഈണമായി.
പാടുമ്പോഴേക്കും ഞാൻ പോയിട്ട് ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. എന്തേ